ഇവരുടെ ഈ ടീമിൻ്റെ പേര് ഡോക്ടർ ഹോം എന്നാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവർ ഒരുപാട് പേരുടെ വീട് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് പെസ്റ്റ് കൺട്രോളിങ് എന്താണെന്നൊന്നും വലിയ ധാരണയില്ലേനി. അതായത് പഴയ വീടുകളിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്നേനു കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുതിയ എടുക്കുന്ന വീടുകൾക്കും നമ്മളിത് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ചെയ്താലേ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചെതൽ വരുന്നതും പിന്നെ അങ്ങനത്തെ ഈ ഇൻസെക്ട്സിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ ഓൾറെഡി താമസിക്കുന്ന വീട്ടിലാണ് ഇങ്ങനത്തെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അതിനും ഇവർ പരിഹാരം കണ്ടെത്തി തരും. അതിനും ഇവർ ഇങ്ങനത്തെ ഒരു കൺട്രോളിങ് സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇവരിത് മൊത്തത്തിൽ ഡ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഡോറിൻ്റെ സൈഡ്, പിന്നെ നമ്മൾ ഈ അധികവും പ്ലൈവുഡിൻ്റെ വർക്ക്സൊക്കെ വരുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ട് അവിടെയൊക്കെ നല്ലപോലെ ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഉണ്ടാക്കും. എന്നിട്ട് ഇതാ ഈ ഒരു എന്തോ ഒരു കെമിക്കലാണിത്, അതുവർ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. മരുന്നടിച്ചു കൊടുക്കുകയാണ്. അതിൽ എന്തെല്ലോ മിക്സ് ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ ചോക്ക് വെക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഈ ഒരു മരുന്നിലിട്ടിട്ടുള്ള ചോക്കാണ് ഒരു വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ചെതൽ വരുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ആദ്യം വെച്ചിട്ടുള്ള ആ ഡോറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഈ മണ്ണെടുക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ, അതൊക്കെ ഈ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളായി കിട്ടും. നമ്മളെ വീട്ടിൽ ഓൾറെഡി ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ ഇതേപോലെ നല്ല സീനുണ്ടേനി. എന്നിട്ട് നമ്മളൊരു വിൻഡോ ഒക്കെ എന്തൊക്കെയോ ആയിട്ട് മൊത്തത്തിൽ കേടുന്ന് പോയിട്ടുണ്ടേനി കേട്ടോ, സൈഡ് ഭാഗമൊക്കെ. എന്നിട്ട് അത് പിന്നെ പണി ചെയ്ത സമയത്ത് റെഡിയാക്കി എടുക്കുകയാണ് ഉണ്ടായത്. അതേപോലെ നമ്മളിപ്പം പുതിയ വീടുകളിലൊക്കെ അധികം ഈ എന്താ പറയുക മൈക്ക വർക്കൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലും ഒക്കെ ഇതേപോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. ഓൾറെഡി നമ്മളിങ്ങനെ പണി നടന്നുകൊടുക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ ഒരു ചോക്കെല്ലാം വെച്ചിട്ട് പിന്നെ അത് എന്തോ ഒരു സാധനം വെച്ചിട്ട് അവർ അടയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഡോറുമലൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവല്ലോ, ഡോറിൻ്റെ ഫ്രെയിം വെച്ചിട്ടുണ്ടാവല്ലോ, അതിലൊക്കെ എന്തോ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇനി ഈ ചെതലിൻ്റെ ശല്യം വരാതെ ഫ്ലോറിലും താഴെയും ഒക്കെ ഇത് നല്ലപോലെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിൻഡോസൊക്കെ വരുന്നത് WPC ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഇത് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഈ വുഡിൻ്റെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഇവർ ഇതേപോലെ ഈ ഒരു കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് ആ വർക്ക് ഇതുപോലെയാണ് ആയിക്കെടുക്കുന്നത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പണി എന്തായിന്ന്. പണി ഇപ്പോഴും പ്രോസസ്സിങ്ങിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോഴും ഈ ഒരു സ്റ്റേജ് തന്നെയാണെന്ന്. കോണി വെച്ചിട്ടുണ്ട്, ആ ഒരു ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ അത്ര അങ്ങനെ സ്പീഡിലല്ല, മെല്ലെ മെല്ലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ കോണി ഇൻഡസ്ട്രിയലാണ്. അതേപോലെ മേലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ഓടിട്ട ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വേഗം ഇറങ്ങി എടുക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇവരിത് മൊത്തത്തിൽ ഡ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഡോറിൻ്റെ സൈഡ്, പിന്നെ നമ്മൾ ഈ അധികവും പ്ലൈവുഡിൻ്റെ വർക്ക്സൊക്കെ വരുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ട് അവിടെയൊക്കെ നല്ലപോലെ ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഉണ്ടാക്കും. എന്നിട്ട് ഇതാ ഈ ഒരു എന്തോ ഒരു കെമിക്കലാണിത്, അതുവർ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. മരുന്നടിച്ചു കൊടുക്കുകയാണ്. അതിൽ എന്തെല്ലോ മിക്സ് ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ ചോക്ക് വെക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഈ ഒരു മരുന്നിലിട്ടിട്ടുള്ള ചോക്കാണ് ഒരു വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ആദ്യം വെച്ചിട്ടുള്ള ആ ഡോറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഈ മണ്ണെടുക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ, അതൊക്കെ ഈ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളായി കിട്ടും. നമ്മളെ വീട്ടിൽ ഓൾറെഡി ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ ഇതേപോലെ നല്ല സീനുണ്ടേനി. എന്നിട്ട് നമ്മളൊരു വിൻഡോ ഒക്കെ എന്തൊക്കെയോ ആയിട്ട് മൊത്തത്തിൽ കേടുന്ന് പോയിട്ടുണ്ടേനി കേട്ടോ, സൈഡ് ഭാഗമൊക്കെ. എന്നിട്ട് അത് പിന്നെ പണി ചെയ്ത സമയത്ത് റെഡിയാക്കി എടുക്കുകയാണ് ഉണ്ടായത്. അതേപോലെ നമ്മളിപ്പം പുതിയ വീടുകളിലൊക്കെ അധികം ഈ എന്താ പറയുക മൈക്ക വർക്കൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലും ഒക്കെ ഇതേപോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. ഓൾറെഡി നമ്മളിങ്ങനെ പണി നടന്നുകൊടുക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ ഒരു ചോക്കെല്ലാം വെച്ചിട്ട് പിന്നെ അത് എന്തോ ഒരു സാധനം വെച്ചിട്ട് അവർ അടയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഡോറുമലൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവല്ലോ, ഡോറിൻ്റെ ഫ്രെയിം വെച്ചിട്ടുണ്ടാവല്ലോ, അതിലൊക്കെ എന്തോ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇനി ഈ ചെതലിൻ്റെ ശല്യം വരാതെ ഫ്ലോറിലും താഴെയും ഒക്കെ ഇത് നല്ലപോലെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിൻഡോസൊക്കെ വരുന്നത്